ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച ജഡ്ജി എം ബഷീറിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്താനെത്തിയ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രവർത്തകരെ കണ്ടം വഴി ഓടിച്ച് പോലീസ്. സ്ത്രീകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത പുരുഷ സംഘടനയായ ഓൾ കേരള മെൻസ് അസോസിയേഷനാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിയുടെ കട്ടൌട്ടിൽ ഇന്ന് പാലഭിഷേകവും പടക്കം പൊട്ടിക്കാനൊക്കെ തീരുമാനിച്ചത്. എന്നാൽ ഇതെല്ലാമാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞതോടെ ചീറ്റിപ്പോയത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പടക്കം പൊട്ടിക്കലും പാലഭിഷേകം നടത്താനും ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കൈമൽ പാഷയ്ക്കെതിരെ പ്രതിഷേധിക്കാനുമായിരുന്നു പുരുഷ സംഘടന എത്തിയത്. എന്നാൽ പോലീസ് തടഞ്ഞതോടെ പുരുഷ സംഘടനയുടെ പ്ലാനും പദ്ധതിയുമെല്ലാം പൊളിഞ്ഞ് പാളിസായി. ഇവരിൽ നിന്നും ജഡ്ജിയുടെ കട്ടൌട്ടും അഭിഷേകത്തിനുള്ള പാലടക്കം പോലീസ് പിടിച്ചെടുത്തു. തുടർന്ന് ഇവർക്ക് പോലീസ് നോട്ടീസ് നൽകുകയും ചെയ്തു. അതേസമയം രാഹുൽ ഈശ്വരായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത്. യുവജന കമ്മീഷൻ, വനിതാ കമ്മീഷൻ മാതൃകയിൽ മെൻസ് കമ്മീഷൻ എന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നതെന്നും എല്ലാ പാർട്ടിയിലുള്ളവർക്കും ഈ അപേക്ഷ നൽകുമെന്നുമാണ് രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയത്. അതായത് സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ തന്നെ പുരുഷന്മാരുടെ വേദന കേൾക്കാൻ കേരളത്തിൽ പുരുഷന്മാർക്കായി പുരുഷ കമ്മീഷൻ വേണമെന്നാണ് രാഹുൽ ഈശ്വരടക്കം ഓൾ കേരള മെൻസ് അസോസിയേഷനും ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ ജനുവരി 30 മുതൽ കേരളത്തിൽ പുരുഷന്മാർക്കായി പുരുഷ കമ്മീഷൻ രൂപീകരിക്കാനുള്ള പ്രചാരണം ആരംഭിക്കും എന്നായിരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞത്. കുട്ടികൾക്കായി ബാലാവകാശ കമ്മീഷൻ ഉള്ളതുപോലെ തന്നെ പുരുഷന്മാർക്കും കമ്മീഷനാണ് ആവശ്യമെന്നായിരുന്നു രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയത്. കൂടാതെ സ്ത്രീകൾക്കായി ഒരു കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട് 2 MLA-മാരുമായി ചർച്ച നടത്തുമെന്നായിരുന്നു ഇതിനു മുമ്പ് തന്നെ രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയത്. ഹണി റോസ് നൽകിയ പരാതിയിൽ കേസെടുക്കാൻ വ്യവസ്ഥയില്ലെന്ന് പോലീസ് അറിയിച്ചതിന് പിന്നാലെ കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഈശ്വർ ഈ ആവശ്യം ഉന്നയിച്ചത്. രാഹുൽ ഈശ്വർ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് പോകാൻ കമ്മീഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും എന്നെ ലക്ഷ്യമിടുന്നത് അല്ലേ? പരാതിപ്പെടാനും പ്രതിരോധിക്കാനും എനിക്കൊരിടവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുജനങ്ങൾക്ക് മുന്നിലും എന്നെ വേട്ടയാടുന്നു. പലപ്പോഴും ഈ രാജ്യത്തെ പുരുഷന്മാർ നിയമപരമായി അനാഥരാണ്. നമ്മുടെ രാജ്യത്ത് കോടതികളും മനുഷ്യാവകാശ കമ്മീഷനുകൾ ഉണ്ടെന്നും പിന്നെ എന്തിനാണ് ഒരു വനിതാ കമ്മീഷനെന്നും സ്ത്രീകൾ മനുഷ്യരല്ലേ എന്നും ഞാൻ പറയുന്നത് വനിതാ കമ്മീഷൻ വേണമെന്നാണ്. കാരണം സ്ത്രീകൾക്ക് കോടതിയിലും പോലീസ് സ്റ്റേഷനുകളിലും പോകാമെങ്കിലും അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ബാലാവകാശ കമ്മീഷൻ. അതുപോലെ പുരുഷ കമ്മീഷനും വേണം. അതിന്റെ അഭാവം കൊണ്ടാണ് രാഹുൽ ഈശ്വറിനെയും മറ്റും വേട്ടയാടാൻ അവർക്ക് കഴിയുന്നത്. ഞാൻ ജയിലിലായാലും പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ഈ നിലപാട് തുടരും. ജനുവരി 30-ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മുതൽക്കാണ് പുരുഷ കമ്മീഷനായുള്ള ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. ഉമ്മൻചാണ്ടിക്കും വെൽദോസ് കുന്നംപള്ളിക്കും കിട്ടാത്ത നീതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരിൽ എത്തിക്കണം. അതിനൊന്നും ഇപ്പോൾ പ്രതീക്ഷയില്ല. 2 MLA-മാരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ അവരെ അറിയിക്കുമെന്നും ഒരു MLA ചാണ്ടി ഉമ്മനാണെന്നും അദ്ദേഹത്തെ കണ്ട് നിവേദനം നൽകുമെന്നായിരുന്നു രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയത്. MLA എൽദോസ് കുന്നപ്പള്ളിയുമായി നേരിട്ടെത്തി ചർച്ച നടത്തിയിരുന്നു. നിയമസഭയിൽ സ്വകാര്യ ബില്ലായി അവതരിപ്പിക്കാമെന്നായിരുന്നു അദ്ദേഹം ഉറപ്പ് നൽകിയെന്നായിരുന്നു രാഹുൽ ഈശ്വരും വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.